വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ PE റേറ്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് മാർക്കറ്റിൽ PE റീറേറ്റിങ്ങും ഡീറേറ്റിങ്ങും എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണെന്ന്. അതായത് ഓരോ കമ്പനിയുടെയും സ്റ്റോക്ക് പ്രൈസസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഫ്യൂച്ചർ ഏർണിങ്സിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എപ്പിസോഡ് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണുക. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റീറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്കിന് ഹയർ പ്രൈസ് പേ ചെയ്യാൻ വില്ലിംഗ് ആണെന്നാണ് അതിനർത്ഥം. അവർ ഹയർ പ്രൈസ് പേ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിൽ നിന്ന് അവർ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഒരു കമ്പനിയെ റീറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും PE മൾട്ടിപ്പിളും കൂടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ ഇന്നത്തെ PE മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 20 ടൈംസ് ആണെന്നുണ്ടെങ്കിൽ നാളെ അതൊരു 30 ടൈംസ് ആകാനായിട്ട് ഒരു ഗുഡ് ന്യൂസ് മതി. ഫോർ എക്സാമ്പിൾ, ABC എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 റുപ്പീസ് ആണെന്ന് വിചാരിച്ചു. അവരുടെ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ 10 റുപ്പീസ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 10 ടൈംസ് ആണ്. ഇനി അവർക്കൊരു വലിയ മൾട്ടി ഇയർ കോൺട്രാക്റ്റ് കിട്ടുകയാണെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസ് 100 റുപ്പീസിൽ നിന്ന് 200 റുപ്പീസ് ആയേക്കാം. അതിപ്പം ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒറ്റ ദിവസം കൊണ്ടോ ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചാലും ആ കമ്പനിയുടെ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് കറണ്ട് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് 10 റുപ്പീസ് തന്നെ ആയിരിക്കും. പക്ഷേ ആ കമ്പനിക്ക് ഒരു പുതിയ കോൺട്രാക്റ്റ് കിട്ടിയുകൊണ്ട് മാർക്കറ്റ് ആ സ്റ്റോക്കിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 100 റുപ്പീസ് ആയിരിക്കുന്ന സ്റ്റോക്ക് 200 റുപ്പീസിലോട്ട് ആവുന്നത്. അതിനാണ് റീറേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ആ കോൺട്രാക്റ്റ് ഒരു വർഷത്തേക്കായിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് കമ്പനിക്ക് ആക്ച്വലി ഒരു ലോസ് ആണ് സംഭവിച്ചതെന്നുള്ളെങ്കിൽ ആ 100 റുപ്പീസിൽ നിന്ന് 200 റുപ്പീസിലോട്ട് എത്തിയ സ്റ്റോക്ക് തിരിച്ച് 100 റുപ്പീസിലോട്ടോ 50 റുപ്പീസിലോട്ടോ പോകും. അതിനാണ് ഡീറേറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഒരു ഡീറേറ്റിംഗ് ആണ്. റീറേറ്റിങ്ങിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ പലതാകാം. അതിപ്പം ഒരു കമ്പനിക്ക് ഒരു പുതിയ ഓർഡർ കിട്ടുമ്പോഴാകാം, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് മാർജിൻ കൂടുമ്പോഴാകാം, അല്ലെങ്കിൽ കുറേ വർഷമായിട്ട് ലോസിലായിരുന്ന ഒരു കമ്പനി പ്രോഫിറ്റബിൾ ആയിരിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് കാരണമാകാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പോളിസി ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാകാം, അങ്ങനെ എന്തും ആകാം. അതുപോലെ റീറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്കും ആകാം, ഒരു സെക്ടറിനും ആകാം, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഇൻഡെക്സിനും ആകാം. ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2019 കോർപ്പറേറ്റ് ടാക്സ് കട്ട് വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് 5% ആണ് കയറിയത്. അതായത് സെൻസെക്സും നിഫ്റ്റിയും ഒറ്റ ദിവസം കൊണ്ട് 5% ആണ് കയറിയത്. സോ അവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഇൻഡിസസിനെയാണ് റീറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി റീറേറ്റിങ്ങിൻ്റെയും ഡീറേറ്റിങ്ങിൻ്റെയും കുറച്ച് റിയൽ എക്സാമ്പിൾസ് ആണ് റിലയൻസ് ഇൻഡസ്ട്രീസും HULഉം ITCയും മാരുതിയും ഐഷർ മോട്ടോഴ്സും അമരരാജ ബാറ്ററീസും ഏഷ്യൻ പെയിൻറ്റ്സും പേജ് ഇൻഡസ്ട്രീസും ടാറ്റ സ്റ്റീലൊക്കെ. ഇതിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കാം. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 2 lakh crores ആണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്തത്. സോ അവിടെ അപ്പോൾ ഒരു റീറേറ്റിംഗ് ആണ് സംഭവിച്ചത്. ഇനി ഹിന്ദുസ്ഥാൻ യൂണിലിവറിനാണെങ്കിൽ 2000 .com ബബിളിൻ്റെ പീക്കിൽ ഒരു ഡീറേറ്റിംഗ് ആണ് സംഭവിച്ചത്. സോ അതുകൊണ്ട് തന്നെ അടുത്ത 10 വർഷത്തേക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ പിന്നെ 0 റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത്. ഇനി 2012 ശേഷമാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് ഒരു റീറേറ്റിംഗുമാണ് സംഭവിച്ചത്. അതിനുശേഷം PE മൾട്ടിപ്പിൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്, അവരുടെ ഏർണിങ്സ് അധികം കൂടാതെ തന്നെ. ഇനി ITCക്കാണെങ്കിൽ 2000 .com ബബിളിന് ശേഷം ഒരു റീറേറ്റിംഗുമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത 10-12 വർഷം ITC ഓരോ വർഷവും 25% റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത്. പക്ഷേ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സ് ആയിട്ട് ITC നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഡീറേറ്റിംഗുമാണ്. കാരണം ITCയുടെ 80% പ്രോഫിറ്റ്സും വരുന്നത് സിഗരറ്റ് ബിസിനസ്സിൽ നിന്നാണ്. അതുപോലെ മാരുതിയുടെയും ഐഷർ മോട്ടോഴ്സിൻ്റെയും അമരരാജ ബാറ്ററീസിൻ്റെ ഒക്കെ ചാർട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ സ്റ്റോക്കൊക്കെ ഒരു 2016-2018 വരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഡീറേറ്റിംഗ് ആണ്, കാരണം ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ. അതുപോലെ തന്നെയാണ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെയും പേജ് ഇൻഡസ്ട്രീസിൻ്റെയും കാര്യം. ഏഷ്യൻ പെയിൻറ്റ്സ് ഇപ്പോഴും പുതിയ ലൈഫ് ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പേജ് ഇൻഡസ്ട്രീസിനാണെങ്കിൽ ഒരു ഡീറേറ്റിംഗ് ആണ് സംഭവിച്ചത്. കാരണം 2-3 ഇയേഴ്സ് ആയിട്ട് പേജ് ഇൻഡസ്ട്രീസിന് അതിൻ്റെ പ്രീവിയസ് ഹൈ ക്രോസ് ചെയ്യാനിതുവരെ പറ്റിയിട്ടുമില്ല. ഇനി ടാറ്റ സ്റ്റീലാണെങ്കിൽ സ്റ്റീലിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു റീറേറ്റിംഗ് സംഭവിക്കും. അതുപോലെ സ്റ്റീലിൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഡീറേറ്റിംഗ് സംഭവിക്കും. അതുപോലെ ടാറ്റ സ്റ്റീലിന് കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അങ്ങനത്തെ ന്യൂസ് വരുമ്പോഴത്തേക്ക് ഡീറേറ്റിംഗുമാണ് സംഭവിക്കുന്നത്. ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് കറക്ഷനും ടൈം കറക്ഷനും എന്താണെന്നും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും ഞാൻ എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിനകത്ത് പറയുന്നതായിരിക്കും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.